പിന്നെ കോളേജൊക്കെ എങ്ങനെ പോണു? കേറാറുണ്ടോ വല്ലപ്പോഴും? നീ അവിടെ ചെന്നൈ പോയിട്ട് കോളേജിൽ കയറുണ്ടോന്നാണ് എനിക്ക് പറയേണ്ടത്. ഇല്ലടാ, അവരെനിക്ക് വെറുതെ അറ്റൻഡൻസ് ഇട്ട് തരും. അങ്ങനെയാണ് എനിക്ക് അറ്റൻഡൻസ് കിട്ടുന്നത്. പിന്നെ എനിക്ക് വെറുതെ അറ്റൻഡൻസ് ഇട്ട് തരും. கேசு இங்க வா. எங்க போயிருந்தீங்க? இந்த பக்கத்து கடையில போறதுக்கா இவ்ளோ டைம்? അത് ആന്റി, ഞങ്ങള് പോയിട്ട് പേനയും പേപ്പറൊക്കെ വാങ്ങി പിന്നെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് പോന്നു. അതെങ്ങനെയാ ചെന്നൈ പോയി ഞാൻ ചെക്കനോട് സംസാരിക്കാൻ പറ്റണ്ടേ? മാത്രല്ല സാറിന് പിന്നെ സംസാരിക്കാനായിട്ട് വേറെ പലരും ഉണ്ടല്ലോ. ശിവ, നീ കുറെ നേരമായി കേട്ടെ തുടങ്ങിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കണല്ലേ. കനയാൻറ്റി കേക്കണം. ഈ കുരിപ്പുണ്ടല്ലോ, അതായത് എവള് എന്നോട് നേരത്തെ പറയാണ് നമ്മുടെ ലക്ഷ്മി ബാലസുബ്രഹ്മണ്യം ഇല്ലേ, അവളെ എല്ലാം ചേർത്ത് ഓരോന്നോരാണ് നമ്മള്. ஐயோ நம்ம லட்சுமி பாலசுப்ரமணியமா? உனக்கு ஏதோ கனெக்ஷன் இருக்கா அவள்கிட்ட? வேண்டாண்டா, விட்டுறா ப்ளீஸ். അല്ല മച്ചാ, എന്താ ഇവിടെ പ്രശ്നം? ஐயோ அம்மா, நான் சொல்றேன். டே பாருங்க, இவனுக்கு நம்ம லட்சுமி பாலசுப்ரமணியம் இருக்குல்ல எங்க மதுரையில, அவளுமா கனெக்ஷன் இருக்கு. அது சிவா കേട്ടിരിക്കാളാണ്. നീ എന്തിനാ കേട്ടോന്ന്? നിന്റെ വിളച്ചിലിച്ചിരി കൂടുന്നുണ്ട്. നീ ചുമ്മാ വരാല് വഴുകുന്നല്ല വഴുകി പോവല്ലേ. നിങ്ങളൊക്കെ ഇത് ഏത് ജില്ലയെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉള്ളവര്. നീ എവിടുന്ന് വന്നത്? ചെക്കൻ പാൻ ഇന്ത്യ അല്ലേ? ഞാൻ പറയണ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ മനുഷ്യന് തലവേദന എടുത്ത് പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ വാ വെച്ചൊന്നും മിണ്ടാതിരുന്നൂടെ? അറിയാം, കറികളിൽ വായിൽ കുറച്ച് ശർക്കര എടുത്തു വെക്കൂ. പക്ഷെ പ്രാന്തായിട്ട് വയ്യ. ഇത് രാവിലെ തുടങ്ങിയതല്ലേ, കഴിഞ്ഞില്ല ഇത്രയായിട്ടോ? അടുക്കളയിലെ പണിയൊക്കെ തീരണം, എന്നാലേ ഇത് കഴിയുള്ളൂ. ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പേനയും പേപ്പറൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് എത്തിയല്ലേ, എന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല. എന്തിനാ മോനെ വെറുതെ ഒരു പാഴ്ചെലവ്? പാഴ്ചലൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നേന്നറിയോ? ചെന്നൈന്ന്. ഞാനൊരു ഊതുതി ഉണ്ടല്ലോ, അങ്ങ് ചെന്നൈ പോയി കിടക്കും. വെറുതെ അത് ചെയ്യിപ്പിക്കരുത് എന്നെ കൊണ്ട്, കേട്ടാ? മിഠായി എങ്കിലും വാങ്ങിക്കായിരുന്നു. മിഠായി നമ്മൾ മേടിച്ചില്ലേ ശിവ? കൊച്ചിന് മിഠായി നമ്മള് മിഠായി മേടിക്കാതെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യണേ. പല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കണം. നോക്കട്ടെ, കല്ല് മറ്റേ അല്ല അമ്മൂമ്മ, ഈ പല്ലില്ലേ മറ്റേ കല്ല്, ഞാൻ ഈ കല്ല് ഇങ്ങനെ തറ കിടന്നപ്പോ ഇങ്ങനെ ഇത് കിട്ടി. അപ്പൊ അതങ്ങനെ പൊതിഞ്ഞോണ്ട് വന്നിട്ട് തമാശക്ക് വേണ്ടി കൊടുത്തതാണ്. ഞാൻ അറിഞ്ഞ എവള് നോക്കാൻ തണ്ണാക്കിടുവന്ന്. അല്ല, ഞാൻ എവക്കല്ലേ ബോധമില്ലാത്ത, ഞാൻ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ കൊടുത്തു. ആദ്യമേ പറയാൻ എനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല, ഇവന്റെ മാത്രം ഐഡിയ ആണ്. അമ്മൂമ്മ അതല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്താണ്. കണ്ടോ, മുട്ടായുടെ ഷേപ്പിലുള്ള കല്ല്. മുട്ടായിയുടെ ഷേപ്പിലുള്ള കല്ല് അവിടെ കിടക്കണ എല്ലാ കല്ലും ഇതേ ഷേപ്പാണ്. നീ വേണമെങ്കിൽ പോയി നോക്കി നോക്ക്. നമ്മളോട് മുട്ടായി എന്ന് പറഞ്ഞിട്ട് തണ്ണാ കിട്ടുകളല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു മുട്ടായി കൊണ്ടു തന്ന് എടുത്ത് അങ്ങനെ ഇടാൻ പാടുണ്ടോ? നോക്കി കണ്ടോക്ക് വേണ്ടിയിടെ മുട്ടായി മറ്റേ പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നു. கேசு வந்து முட்டாய் கடலாஸ்ல கல்ல திருகி அவளுக்கு கொடுத்துட்டா. அது அவ சாப்பிட்டா, அவ்வளவுதான். பல்லு போச்சு. കണ്ട